ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 5ാം ക്ലാസ്സിലെ സയൻസ് അതിലെ 9ാമത്തെ ചാപ്റ്ററാണ് ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ റിവിഷൻ ആയതുകൊണ്ട് തന്നെ അല്ല, നമ്മൾ SCCRT റിവിഷനാണ് നടക്കുന്നത്. അപ്പോൾ റിവിഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് ലൈൻ ബൈ ലൈൻ വായിച്ച് നമ്മൾ സമയം വെറുതെ കളയുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാർക്ക് ചെയ്ത് പഠിക്കുന്നു. ആവശ്യമില്ലാതെ സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് പോകുന്നു. ഓക്കെ, കൂടി വന്നാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റുള്ള ചെറിയ വീഡിയോയിലൂടെയാണ് എന്ത് ചെയ്തത് ഈ ചാപ്റ്റർ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോകാനും പറ്റത്തില്ല. കാര്യം ഈ ചാപ്റ്റർ ഒരു 5ാം ക്ലാസ്സിലാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട്. അതായത് നമ്മുടെ ബഹിരാകാശ ഏജൻസികളെക്കുറിച്ചുണ്ട്, ചന്ദ്രയാനെക്കുറിച്ച് പഠിക്കാനുണ്ട്, അന്തരീക്ഷം എന്താണ്, അതേപോലെ അന്തരീക്ഷത്തിൽ നമ്മുടെ ബഹിരാകാശത്ത് പോയ കുറേ ജീവജാലങ്ങൾ ആദ്യം പോയത് അല്ലേ, ചന്ദ്രനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയ ആളുകളെക്കുറിച്ച് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാനും പറ്റത്തില്ല. 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിലെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാം എന്ന രീതിയിൽ പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വീഡിയോ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മുമ്പോട്ട് പോകാനല്ല, ചാനൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടാണ് നല്ല നല്ല വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യും, ആവശ്യമില്ലാതെ സ്കിപ്പ് ചെയ്യും. മാർക്ക് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ടിലേക്ക് എന്ത് ചെയ്യണം, എഴുതിയെടുത്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ കാര്യം, ആദ്യം കാണുന്ന ഈ ഭാഗമൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, PSCക്ക് ആവശ്യമില്ല. അത് ഭൂമിൻ്റെ ഷേപ്പൊക്കെ പറയാൻ വേണ്ടി നമുക്കറിയാമല്ലോ, അതൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ബഹിരാകാശം ഇത് നമുക്ക് നോക്കണം. ബഹിരാകാശം എന്താണ്? ബഹിരാകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശം അറിയപ്പെടുന്ന പേരാണ് ബഹിരാകാശം. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശം അറിയപ്പെടുന്ന പേരാണ് ബഹിരാകാശം. ഓക്കെ ആണല്ലോ. അതേപോലെ നോക്കി, ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി നക്ഷത്രങ്ങളിൽ ഒന്നു മാത്രമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർക്കുക. അപ്പം ഇതിൽ തന്നെ 2-3 പോയിന്റ് ഉണ്ട് അല്ലേ. ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്, ബഹിരാകാശം ഉണ്ടെന്ന് നമുക്കറിയാം. അതല്ല, ബഹിരാകാശം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള ഏരിയ എന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ അന്തരീക്ഷത്തിൽ പാളികൾ ഏതൊക്കെയാണ്? നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പാളികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഭൂമിൻ്റെ തൊട്ട് പുറത്തൊന്നുണ്ട്, ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട് അല്ലേ. അയനോസ്ഫിയർ എന്നൊക്കെ പറയും. ഇതിൻ്റെ അപ്പുറമുള്ള ഭാഗത്തിന് പറഞ്ഞ പേരാണിത്. വിശാലമായി കിടക്കുന്ന ഈ ഏരിയ ആണെന്ന് പറയുന്നത് നമ്മൾ ശൂന്യാകാശം അല്ലേ, ബഹിരാകാശം എന്നൊക്കെ പറയുന്ന ഭാഗം. ഇതാണ് ആ ഭാഗം എന്ന് പറയുക അല്ലേ. മനസ്സിലായല്ലോ, അത്ര മനസ്സിലായില്ലേ. അപ്പം നമുക്ക് മനസ്സിലായി നോക്കി, ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്, ഭൂമിക്ക് ചുറ്റും ബഹിരാകാശം ഉണ്ട് അല്ലേ. അവിടെ എന്തുള്ളതെന്ന് നോക്കി, ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇവിടെ ഒക്കെ എന്തുണ്ട്, നമ്മൾ ഒരുപാട് ഗോളങ്ങളൊക്കെ ഉണ്ട് അല്ലേ, നക്ഷത്രങ്ങളും ഗോളങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുക അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ്. ആ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ നോക്കി, ബഹിരാകാശ ഗോളങ്ങളിൽ എത്ര എണ്ണത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം? അപ്പോൾ നമ്മൾ മിനിമം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസങ്ങളിലെ കെപ്ലർ അല്ലേ, അങ്ങനെ ഒരുപാട് പുതിയ എന്ത് കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ, ഉപഗ്രഹങ്ങൾ പുതിയത് കണ്ടുപിടിക്കുന്നുണ്ട്, കേട്ടിട്ടില്ലേ. നമ്മൾ ചിലപ്പോൾ പറയും ചൊവ്വയ്ക്കാണ് ഉപഗ്രഹം കൂടുതൽ, ചിലപ്പോൾ പറയും വ്യാഴത്തിനാണ്. അപ്പോൾ പുതിയ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നോക്കൂ, നമുക്ക് എന്തായാലും നമുക്കറിയുന്ന ഉപഗ്രഹങ്ങളാണ് നമ്മുടെ സോളാർ സിസ്റ്റം. എന്താണ്? സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾ അല്ലേ, സോളാർ സിസ്റ്റം. ഇത് നമുക്ക് എന്തായാലും അറിയാണല്ലോ. അതിൽ എത്ര ഉണ്ടായിരുന്നു? 9 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ. ഏത് പോയി? പ്ലൂട്ടോ പോയി. അപ്പം പ്ലൂട്ടോ ഒഴിച്ച്, അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്, ആകാശഗോളങ്ങളിൽ എത്ര എണ്ണത്തിൻ്റെ പേരറിയാം? അപ്പോൾ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സോളാർ സിസ്റ്റത്തിൻ്റെ പേരെങ്കിലും മിനിമം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം അല്ലേ. അപ്പോൾ PSCക്ക് നമ്മൾ സോളാർ സിസ്റ്റത്തിൻ്റെ പേര് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ എന്ത് ചെയ്യണം, പഠിക്കണം. അത് ഞാൻ എന്തായാലും ഈ ചാപ്റ്ററിൽ റിവിഷൻ ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല. നമുക്കത് അടുത്ത് ഹയർ സ്റ്റാൻഡേർഡിലുണ്ട്. നമുക്ക് അന്നേരം എന്ത് ചെയ്യുക, 6 ചാപ്റ്റർ എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, സോളാർ സിസ്റ്റത്തിൻ്റെ പേരുകൾ മാത്രം ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കി, ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര എന്നാണത്? 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയൻ്റെ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകമാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരി എത്തിച്ചത്. അപ്പോൾ ഇത്ര കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇമ്പോർട്ടൻ്റ് 2-3 കാര്യം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ. എന്നാണ് നമ്മൾ ആദ്യമായി മനുഷ്യൻ ബഹിരാകാശ യാത്ര നടത്തിയെന്നാണ്? 1961 ഏപ്രിൽ 12. ഏത് രാജ്യം നടത്തിയത്? സോവിയറ്റ് യൂണിയനാണ്. ഏത് വാഹനമാണ്? വോസ്റ്റോക്ക് 1 ആണ്. ആദ്യമായിട്ട് പോയ വ്യക്തി ആരാണ്? യൂറി ഗഗാറിൻ. അപ്പോൾ 4 പോയിന്റുകൾ ഇതിൽ തന്നെയുണ്ട്, ഈ ഒരു പാരഗ്രാഫിലുണ്ട് അല്ലേ. അപ്പോൾ ഓർത്തോണം.
നോക്കി, പെട്ടെന്ന് നോക്കി. 1961 ഏപ്രിൽ 12 ഏത് രാജ്യമാണ്? സോവിയറ്റ് യൂണിയൻ. വാഹനം ഏതാണ്? വോസ്റ്റോക്ക് 1 ആണ്. ആരെയാണ് കൊണ്ടുപോയത്? യൂറി ഗഗാറിൻ. മനസ്സിലായല്ലോ? ഇതുകൂടാതെ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? ശാസ്ത്ര പഠനങ്ങൾക്കായി ജീവികൾ, അല്ലേ, പിന്നെ അതേപോലെ ഒട്ടേറെ ഉപകരണങ്ങളൊക്കെ നമ്മൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാറുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ജീവികളുടെ പേര് പഠിക്കണം. അത് നമ്മുടെ ചാപ്റ്ററിലുണ്ട്. പിന്നെ അടുത്ത് നോക്കി. അടുത്തായി നമുക്ക് നോക്കേണ്ടത് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിട്ട് അതൊന്ന് നോക്കണം. അപ്പോൾ എന്താണ് കൃത്രിമ ഉപഗ്രഹം നോക്കി? എന്താണ്? വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങളടങ്ങിയ പേടകങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? കൃത്രിമ ഉപഗ്രഹങ്ങൾ. അപ്പോൾ ഉപഗ്രഹങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങളടങ്ങിയ പേടകങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉപഗ്രഹം നമ്മൾ വിടുന്നത്? കാലാവസ്ഥ പഠനത്തിന് വിടാറുണ്ട്, അല്ലേ? അതേപോലെ വനഭൂമി, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ വിടുന്നുണ്ട്. കര, സമുദ്ര, വ്യോമയാനങ്ങൾ, അല്ലേ, അതിനൊക്കെ വിടുന്നുണ്ട്. ബഹിരാകാശ ഗവേഷണത്തിന് വിടുന്നുണ്ട്. സൈനിക പ്രതിരോധ പ്രവർത്തനത്തിന് വിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ എന്ത് വിടാറുണ്ട്? കൃത്രിമ ഉപഗ്രഹങ്ങൾ വിടാറുണ്ട്. അപ്പം നമ്മൾ താഴെ കൊടുത്തേക്കുന്നത് ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തെല്ലാമാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഏതൊക്കെയാണെന്ന് നോക്കി. എന്തൊക്കെയാണ് നമ്മൾ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിൻ്റെ ഉദ്ദേശം നോക്കി. ഉദ്ദേശങ്ങൾ ഇവയെല്ലാം, അല്ലേ? മത്സ്യസമ്പത്ത് കണ്ടെത്താൻ, അല്ലേ, കാലാവസ്ഥാ പഠനത്തിന്, വനഭൂമി, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിന്, അതേപോലെ കര, സമുദ്ര, വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ, അതേപോലെ ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടിയിട്ട്, സൈനിക പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, അല്ലേ, വാർത്താവിനിമയം, റേഡിയോ, മൊബൈൽ, TV, ഇൻ്റർനെറ്റ്, ഈ ആവശ്യമൊക്കെ നമ്മൾ എന്ത് വിടാറുണ്ട്? കൃത്രിമ ഉപഗ്രഹങ്ങൾ വിടാറുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ക്രീന്. എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ? എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങളടങ്ങിയ പേടകങ്ങളെ വിളിക്കുന്ന പേരാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. എന്തിനാണ് വിക്ഷേപിക്കുന്നത് വെച്ചാൽ ഈ സ്ക്രീനിൽ കാണുന്ന ഇത് മൊത്തമാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ ഒന്ന് എഴുതിയെടുത്തോണം. ഓക്കെ. അതേപോലെ ഈ അടുത്ത് കിടക്കുന്ന, അല്ലെ, തൊട്ടടുത്ത് കിടക്കുന്ന ബോക്സും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. എന്താണ്? ബഹിരാകാശ വാരം എന്നൊരു ടോപ്പിക്കാണ് കൊടുത്തേക്കുന്നത്. അതായത് 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അപ്പോൾ ഇവിടെ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നല്ല, 2 പഠിക്കാനുണ്ട്. എന്താണ്? നമ്മൾ മനുഷ്യൻ ആദ്യമായിട്ട് വിക്ഷേപിച്ച, അല്ലേ, പേടകത്തിൻ്റെ പേരെന്താണ്? കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? സ്പുട്നിക് 1 ആണ്. വിക്ഷേപിച്ചാരാണ്? സോവിയറ്റ് യൂണിയനാണ്. എന്നാണ് വിക്ഷേപിച്ചത്? 1957 ഒക്ടോബർ 4 വിക്ഷേപിച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ സാധ്യതയുള്ള ചോദ്യം നോക്കി. ഇതിൻ്റെ വിക്ഷേപണത്തോടു കൂടിയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. എന്തെങ്കിലും തന്നിട്ട് നമ്മളോട് 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണെങ്കിലോ നോക്കി. സ്പുട്നിക് 1 വിക്ഷേപത്തോടു കൂടിയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്, അല്ലേ? താഴെ തന്നവ ശരി തെറ്റെന്നൊക്കെ ചോദിക്കുക ഒരു സാധ്യതയുള്ള ചോദ്യം. അപ്പോൾ നമ്മളത് പഠിച്ചു വെക്കണം. സ്പുട്നിക് 1 വിക്ഷേപണത്തോടു കൂടിയാണ് എന്ത് ചെയ്തത്? നമ്മൾ ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ നോക്കി, അടുത്ത ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു ബോക്സ് സ്റ്റേറ്റ്മെൻറ്റിന് പറ്റിയൊരു ബോക്സാണ്. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയില്ല. എന്താണ് ഇത്? ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലേ? അടുത്ത് നോക്കി. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. മനസ്സിലായില്ലേ? അതേപോലെ നോക്കൂ, 1957 ഒക്ടോബർ 4 നടന്ന സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1959 ഒക്ടോബർ 10 നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായാണ് വാരാചരണം, അല്ലേ? ഈ 3-4 പോയിന്റ് തന്നിട്ട് നമുക്ക് ശരി ഏത്, ഒരു തെറ്റും കൂടി തന്നിട്ട് ശരി ഏത് തെറ്റെന്നൊക്കെ ചോദിക്കാൻ പറ്റിയൊരു എന്താണ് ഡീറ്റെയിലാണിത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചോണം ഈ പോയിന്റ്. 1 മാർക്ക് സാധ്യതയുള്ളൊരു ഭാഗമാണ്. 5ാം ക്ലാസ്സിലെ ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണിത്. മനസ്സിലായില്ലേ? അപ്പോൾ ബഹിരാകാശ വാരം എന്തിനു വേണ്ടിയിട്ട് ആചരിക്കുന്നു എന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ അതേപോലെ നമ്മുടെ ബഹിരാകാശ യുഗം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓർക്കുക. അതേപോലെ നോക്കൂ, ഇവിടെ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സാറ്റേൺ 5,
എന്താ പ്രത്യേകത? മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുതാണ് ഇത് സാറ്റേൺ 5 എന്ന് പറയും. അമേരിക്കയാണ് അത് നിർമ്മിച്ചത്. ആ കാര്യം ഓർക്കുക. എന്താ പേര്? സാറ്റേൺ 5. അപ്പോൾ റോക്കറ്റ് എന്താണ്? റോക്കറ്റ് ഉപയോഗം എന്താണ് അല്ലേ? അതേപോലെ റോക്കറ്റ് ഏറ്റവും വലുത് മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലുത് ഏതാണ്? സാറ്റേൺ 5 ആണ്. അടുത്ത് നോക്കി, നമുക്ക് ഈ ഏരിയ ഒന്നും വേണ്ട, ഇതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, ഈ റെഡ് കാണിക്കുന്ന ഈ ഏരിയ നമുക്ക് വേണ്ട. നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതാണ്? ബഹിരാകാശ സഞ്ചാരികൾ എന്ന ഭാഗം നമുക്ക് വേണം. അതേപോലെ നോക്കി, ഏതൊക്കെയാണെന്ന് നോക്കൂ, ഞാൻ പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോകും. ബഹിരാകാശം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മ. ഓർത്തിരിക്കണം. അപ്പോൾ ഒരു ഇൻഫർമേഷൻ ആയാലൊന്ന്, രാകേഷ് ശർമ്മയാണ് ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ. അതുകൂടാതെ ഇന്ത്യൻ വംശജർ ആരൊക്കെ അവിടെ പോയിട്ടുണ്ട് ബഹിരാകാശത്ത്? കൽപ്പന ചൗള പോയിട്ടുണ്ട്, സുനിത വില്യംസ് പോയിട്ടുണ്ട് അല്ലേ? ഇവരൊക്കെ ആരാണ്? ഇന്ത്യൻ വംശജരാണ് അല്ലേ? കൽപ്പന ചൗള കേട്ടിട്ടില്ലേ? നമ്മൾ കൊളംബിയ എന്ന വാഹനത്തിൽ അപകടം സംഭവിച്ചു പോയത്. ഓക്കെ, അപ്പോൾ കൽപ്പന ചൗള, സുനിത വില്യംസ് ഒക്കെ അവിടെ പോയിട്ടുണ്ട്, ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. ഓക്കെ, അത് ഇവിടുത്തെ കൊടുത്തിട്ടുണ്ടല്ലോ. തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിലുണ്ടായ അപകടത്തിൽപ്പെട്ട് കൽപ്പന ചൗള എന്ത് ചെയ്തു? ദാരുണമായി മരണമടഞ്ഞു. അപ്പോൾ വാഹനത്തിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളൂ. എന്താണ്? കൊളംബിയ സ്പേസ് ഷട്ടിൽ അല്ലേ? ചോദിക്കാൻ ഒരുപാട് ഷട്ടിലുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? നമ്മുടെ ഒരു ഇന്ത്യൻ വംശജയാണ് അല്ലേ? അപ്പം എന്താണ്? ഇന്ത്യൻ വംശജ ആയതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ട് എന്ത് ചെയ്യുക? മരണപ്പെട്ടു അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ആ വാഹനത്തിൻ്റെ പേര് നമ്മൾ ഓർക്കണം, കൊളംബിയ സ്പേസ് ഷട്ടിൽ. ഓക്കെ, അതേപോലെ നോക്കൂ, അപ്പം ഇത്രയുമാണ് ഈ ഭാഗത്തുള്ളത്. അപ്പം രാകേഷ് ശർമ്മേനെ നമ്മൾ പ്രതിപാദിച്ചു. അതേപോലെ സുനിത വില്യംസിനെ പ്രതിപാദിച്ചു, കൽപ്പന ചൗളനെ പറഞ്ഞു, അതേപോലെ 2 ഇന്ത്യ ക്രിസ്റ്റീന കോക്ക്, അതേപോലെ പെഗി വിറ്റ്സൺ ഇവരെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഈ പാരഗ്രാഫിലുള്ളത്. ഓക്കെ, അപ്പം 3 പേര് നമ്മൾ പറഞ്ഞു അല്ലേ? ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ, നമ്മുടെ ഇന്ത്യൻ വംശജരായ 2 പേര് ബഹിരാകാശ കൽപ്പന ചൗള, സുനിത വില്യം, അവരുടെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയ ഒരു ടോപ്പിക്കുണ്ട്, ബഹിരാകാശം അത്ഭുതങ്ങളുടെ ലോകം. ബഹിരാകാശം അത്ഭുതങ്ങളുടെ ലോകം എന്ന് വെച്ചാൽ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിലുള്ള നോക്കാം. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. നോക്കി, അതായത് ബഹിരാകാശത്ത് നിന്നാൽ അല്ലേ, നമ്മുടെ ഹെഡിങ് എന്താ? ബഹിരാകാശം അത്ഭുതങ്ങളുടെ ലോകം. സ്റ്റേറ്റ്മെൻ്റൊക്കെ PSCക്ക് എന്താ ചോദിക്കാമെന്ന് അറിയാൻ പറ്റില്ല. നോക്കി, ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു. ഒരേ സമയം അവർക്ക് എന്ത് ചെയ്യാം? ഭൂമിയുടെ രാത്രിയും പകലും എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പറയാറില്ല അമേരിക്കയിൽ ഇവിടെ പകലാകുമ്പോൾ അമേരിക്ക എന്തായിരിക്കും? ഇരുട്ടായിരിക്കും എന്ന് പറയുന്നു അല്ലേ? പക്ഷേ ബഹിരാകാശത്ത് നിന്നാൽ ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് കാണാൻ പറ്റും. അതേപോലെ നോക്കി, ബഹിരാകാശ നിലയത്തിൽ വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടുന്നില്ല. അതേപോലെ നോക്കി, ഭാരമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കിവിടെ നടക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ നടത്തം ഒരുതരം ഒഴുകി നടക്കലാണെന്ന് പറയാം അല്ലേ? അതേപോലെ നോക്കൂ, ഞങ്ങൾക്ക് ശ്വസിക്കാൻ വേണ്ട വായു പോലും ഭൂമിയിൽ നിന്ന് കൊണ്ടുവരണം. ചുരുക്കി പറഞ്ഞാൽ വായു ഇല്ല, അതാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ നോക്കി, ഇവിടെ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിചിത്രമായ രീതിയിലാണ് അല്ലേ? അത് നമ്മൾ പ്ലേറ്റിലിട്ട ഭക്ഷണം പ്ലേറ്റിൽ കിടക്കുമോ? എല്ലാം പറന്ന് കിടക്കും അല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതേപോലെ നോക്കൂ, ഇവിടെ വെള്ളമൊഴിച്ച് കുളിക്കാനാകുന്നില്ല. സ്പോഞ്ച് ഉപയോഗിച്ച് നനച്ച് തുടക്കുകയാണ് പതിവ്. വെള്ളം ഒഴിച്ച് കുളിക്കാൻ ചെയ്യുക, വെള്ളം നമ്മൾ മേത്തേക്ക് ഒഴിക്കും, വെള്ളം വെള്ളത്തിൻ്റെ വഴിക്ക് അല്ല പറന്നു പോകും അല്ലേ? അടുത്ത് നോക്കി, മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങാൻ പോലും ഇവിടെ കഴിയില്ല. ഒഴുകി നടക്കാതിരിക്കാൻ ഉറപ്പിച്ച കട്ടിലിനോട് ശരീരം ബെൽറ്റിട്ട് കെട്ടണം. മനസ്സിലായല്ലോ? ഈ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതേപോലെ നോക്കി, സുനിത വില്യംസിൻ്റെ ബഹിരാകാശ അനുഭവങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. പുള്ളിക്കാരി പറഞ്ഞ കാര്യമാണ് മേലെ കൊടുത്തേക്കുന്നത്. അവയ്ക്കുള്ള കാരണങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അടുത്ത് നമുക്ക് നോക്കേണ്ട ഒരു ഏരിയ മനുഷ്യൻ ചന്ദ്രനിൽ എന്നൊരു ഏരിയയാണ്. മനുഷ്യൻ ചന്ദ്രനിൽ എന്ന് വെച്ചാൽ മനുഷ്യൻ ഇന്നേവരെ കാലുകുത്തിയ ഏക അന്യഗോളം ചന്ദ്രനാണ്. മനുഷ്യൻ ഇന്നേവരെ കാലുകുത്തിയ ഏക അന്യഗോളം ഏതാണ്? ചന്ദ്രനാണ്. ആ കാര്യം ഓർത്തിരിക്കുക. പിന്നെ നോക്കി, അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൻഡ്രിൻ എന്നിവർ 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ 2 പോയിന്റ് നോക്കുക. എന്നാണ് ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്? 1969 ജൂലൈ 21 അല്ല, ജൂലൈ 21 മനുഷ്യൻ ആദ്യമായിട്ട്. ആരൊക്കെ പോയത്? അമേരിക്കക്കാരാണെന്ന് മനുഷ്യൻ പഠിച്ചു. ആരൊക്കെയാ? നീൽ ആംസ്ട്രോങ്ങും അതേപോലെ എഡ്വിൻ ബസ് ആൻഡ്രിനുമാണ് പോയത് അല്ലേ? ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ നോക്കി, ആരാണ് അവരെ എത്തിച്ചെന്ന് നോക്കി? അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ. ഇന്ത്യൻ്റെ ഏതാ? ISRO അല്ലേ? വാഹനം ഏതാ? അപ്പോളോ 2. റഷ്യ ആദ്യമായിട്ട് നമ്മൾ വിക്ഷേപിച്ച വാഹനത്തിൽ എന്താ? വോസ്റ്റോക്ക് 1 അല്ലേ? ഇത് അപ്പോളോ 2 ആണ്. നാസയുടെ അപ്പോളോ 2 ഇവിടെ പോയത്, ചന്ദ്രനിൽ പോയത്. ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ നോക്കി,
മൈക്കിൾ കോളിൻസ് എന്ന സഞ്ചാരിയും വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ കൂടെയുണ്ടായിരുന്നു. അപ്പോൾ മൈക്കിൾ കോളിൻസ് ആണ് വാഹനം നിയന്ത്രിച്ചത്. അതേപോലെ നോക്കി, ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചാന്ദ്രദിനം എന്നാണ് ജൂലൈ 21. എന്തുകൊണ്ടാണ് ചാന്ദ്രദിനമായിട്ട് ജൂലൈ 21 തിരഞ്ഞെടുത്തത്? ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയെന്നാണ് 1969 ജൂലൈ 21. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത്. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ്? ബഹിരാകാശത്ത് ഇന്ത്യ എന്നാണ്. ബഹിരാകാശത്ത് ഇന്ത്യ എന്നാണ് അല്ലേ. ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ഇല്ല. നമ്മുടെ ചന്ദ്രയാൻ, മംഗളയാൻ, ആദിത്യനൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ട്. ശുക്രയാനൊക്കെ വരുന്നു, അതൊക്കെ ഉണ്ട് കാര്യങ്ങൾ. ഓക്കെ, അതൊന്നും ഈ ചാപ്റ്ററിലില്ല. ഇതിൽ സിമ്പിളായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ബഹിരാകാശത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നോക്കി എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് നോക്കി. ബഹിരാകാശത്ത് ഇന്ത്യ എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യം നോക്കൂ. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ്? ബഹിരാകാശ ഏജൻസി അല്ല, നമ്മുടെ എന്തിയാ സ്പേസ് ഏജൻസി ഏതാണ്? ISRO ആണ് അല്ലേ. ISRO ആണ് എന്ന് ഓർത്തിരിക്കുക. അതേപോലെ നോക്കി, ഇവിടെ കുറച്ച് രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഇന്ത്യൻ്റെ ഏതാണ്? ഇന്ത്യൻ്റെ ISRO. അമേരിക്കേൻ്റെ ഏതാണ്? നാസ. യൂറോപ്പിൻ്റെ ESA. ജപ്പാൻ JAXA. റഷ്യ RSA. ചൈനയുടെ CNSA അല്ലേ. അപ്പം ഇതും ഒരു സ്റ്റേറ്റ്മെൻറ്റിന് സാധ്യതയുള്ള ചോദ്യമാണ്. 5ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ സാധ്യതയുള്ള ചോദ്യമാണെന്ന് ഇത്. 4 ഓപ്ഷൻ നിന്നിട്ട് തെറ്റേത്, ശരിയേത്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോവിങ് ഒക്കെ PSC തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം എന്താണ്? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് മറക്കാൻ പാടില്ല. ഓക്കെ, അടുത്ത് നോക്കൂ. നമ്മുടെ നേട്ടം നമ്മൾ പറയുന്നത്, ആദ്യകാലത്ത് നമ്മുടെ ഉപഗ്രഹങ്ങൾ വിദേശ സഹായത്തോടെയാണ് വിക്ഷേപിച്ചിരുന്നത്. എന്നാൽ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് വിസ്മയാവഹമായ ഒരു മുന്നേറ്റമാണ് ഇന്ന് PSLV അല്ലെങ്കിൽ GSLV റോക്കറ്റുകളുടെ സഹായത്തോടെ നാം നേടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്താണ്, വിദേശ രാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ കുറേ സാറ്റലൈറ്റും ഒക്കെ വിട്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇന്ന് വിദേശത്തുള്ള പല രാജ്യങ്ങളും എന്താണ്, ഇന്ത്യയാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ മുന്നേറ്റമാണ് അല്ലേ. അപ്പോൾ വിദേശ രാജ്യങ്ങൾ നമ്മുടെ സ്പേസ് ഏജൻസികളെ എന്ത് ചെയ്യാറുണ്ട്? ISROവിനെ ആശ്രയിക്കാറുണ്ട് അവരുടെ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാനൊക്കെ. ഓക്കെ, അടുത്ത് നോക്കൂ. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, എഡ്യൂസാറ്റ് എന്ന് പറയും അല്ലേ. എഡ്യൂസാറ്റ് എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പർപ്പസിന് വേണ്ടി നമ്മൾ ലഭിച്ച ഒരു സാറ്റലൈറ്റ് ആണ് എഡ്യൂസാറ്റ് എന്ന് പറയുക. ഓർത്തിരിക്കണം. അതേപോലെ നോക്കി, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് എഡ്യൂസാറ്റ് എന്ന സാറ്റലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. അല്ല, വാർത്താവിനിമയത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ആണെന്ന് നോക്കി. ഇമ്പോർട്ടൻ്റ് അല്ലേ. വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണിത്. ഇൻസാറ്റുകൾ എന്ന് പറയും. മനസ്സിലായില്ലേ? എന്തിനാണ് നോക്കി, വിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് IRS ഉപഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻസാറ്റുകൾ പഠിച്ചു, IRS ഉപഗ്രഹങ്ങൾ പഠിച്ചു. അതേപോലെ നോക്കി, വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി നാം പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ ഇൻസാറ്റ്, IRS പരമ്പരകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഈ 3 ചാപ്റ്ററിൽ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതൊക്കെ പഠിക്കണം? ഒന്ന്, ഇൻസാറ്റ് എന്തിനാണെന്ന് പഠിക്കണം. എന്തിനാ ഇൻസാറ്റ്? വാർത്താവിനിമയത്തിന് അല്ലേ. അതേപോലെ എഡ്യൂസാറ്റ് എന്തിനാ? എഡ്യൂസാറ്റ് വിദ്യാഭ്യാസത്തിന്. അതേപോലെ കാലാവസ്ഥാ പഠനത്തിന് ഏതാണ്? IRS. ഈ 3 കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതേപോലെ നമ്മൾ പഠിക്കേണ്ട സാധനമാണ് എന്താ പറയുക? ചന്ദ്രയാൻ അല്ലേ. ചന്ദ്രയാൻ എന്ന വിക്ഷേപിച്ച് നോക്കി, ഇന്ത്യയുടെ ചന്ദ്ര പരിവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. എന്നാ വിട്ടത്? 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചത്. അപ്പോൾ ഡേറ്റ് ഓർക്കണം. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ വിക്ഷേപിച്ച ഡേറ്റ്, ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച ഡേറ്റ് എന്നാണ് 2008 ഒക്ടോബർ 22. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. അതേപോലെ നോക്കി, നമ്മൾ ഇന്ത്യയുടെ അഭിമാനം വേറെ എന്തൊക്കെയാ? ചന്ദ്രയാൻ 2, മംഗളയാൻ, ആദിത്യ അല്ലേ. ഇതൊക്കെ നമ്മുടെ ബഹിരാകാശത്ത് നമ്മുടെ നേട്ടങ്ങളാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഏത് ചാപ്റ്ററിൽ? 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ, സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ, ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്നതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കുറച്ച് വേർഷൻ നമ്മൾ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഏതിൻ്റെയൊക്കെ ആവും?
ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് PSLV റോക്കറ്റുകളിലെ കുറച്ച് അഡ്വാൻസ് പുതിയ റോക്കറ്റുകളുടെ പേരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം. ഏതൊക്കെയാണ് നമ്മുടെ മംഗളയാനും ചന്ദ്രയാനും ഒക്കെ, ചന്ദ്രയാൻ 2ഉം അതേപോലെ ആദിത്യയും ഒക്കെ വിക്ഷേപിച്ച് റോക്കറ്റുകളുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. അത് പഠിച്ചു വെക്കേണ്ടതായുണ്ട്. അത് അടുത്ത ഇതിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ റിവിഷൻ ആയതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താത്തതാണ്. അതേപോലെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, പിന്നെ ISRO ഒക്കെ സ്ഥാപിച്ച വർഷങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. അതേപോലെ നമ്മുടെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ അല്ലേ, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളുണ്ട് അല്ലേ, ആ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങളൂടെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഉയർന്ന ക്ലാസ്സിലുണ്ട്. ഓക്കെ, അപ്പം അത്രയുമാണ് ഇതിലുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടമാകണം, ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്